അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഓം ഗം ഗണപതയേ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഓം സം സരസ്വത്യൈ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗും ഗുരുഭ്യോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മദ്ഗുരോ നാഥ ശ്രീകൃഷ്ണായ നമോ നമഃ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. കൃഷ്ണൻ എന്നുടെ മാനസേ നിറയണം. കണ്ണീരുമാഞ്ഞിടണം. കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തുമൈശ്വര്യവും. കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും. കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം. കൃഷ്ണ തൊഴുന്നേനഹം. വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം. പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം. ശബ്ദങ്ങളെ ദാസരയെന്ന പോലെ ശരിക്കു കീഴ് നിർത്തിന ശക്തിയുക്തൻ. തനിച്ചു മൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഭാരതം മഹാഭാരതം ഭാരതം അമൃതസാഗരം. ഭാരതഭൂമിയിൽ വ്യാസവിരചിത ഭാരതം മഹാഭാരതം. ഭാരതഭൂമിയിൽ വ്യാസവിരചിത ഭാരതം മഹാഭാരതം. ഭഗവാൻ കൃഷ്ണൻ നൽകിയ ഗീത ഭക്തർക്കമൃത സാഗരം. ഭാരതം മഹാഭാരതം ഭാരതം അമൃതസാഗരം. മധുരം നിറയും കഥകളനേകം മാധവലീല സാഗരം. മാനവമനമതിൽ ധർമാധർമ്മ മതിലുകൾ കേട്ടും ഗീതകം. ഭാരതം മഹാഭാരതം ഭാരതം അമൃത സാഗരം. ഹാലാസ്യനാഥന്റെ പുത്രൻ ഗണപതി തന്റെ കൈകളാൽ തീർത്ത ഗ്രന്ഥം. ഹൃദയേശ്വരൻ കൃഷ്ണൻ സാരഥിയായപ്പോൾ ഹസ്തിനപുരി ധർമ്മജന്നു സ്വന്തം. ഭാരതം മഹാഭാരതം ഭാരതം അമൃത സാഗരം. ഭാവതലത്തിൽ ഭാവന ചേർത്തൊരു ഭാസുരചരിതം ഭാരതം. ഭാഗ്യം എന്നതു കൃഷ്ണൻ തൻ സംഭാവനയെന്നതു നിശ്ചയം. ഭാരതം മഹാഭാരതം ഭാരതം അമൃത സാഗരം. രണവേദികയിൽ രക്തം കൊണ്ടൊരു രംഗം തീർത്തൊരി നാടകം. രക്ഷകനായി കൃഷ്ണൻ എന്നൊരു ലക്ഷ്യം നൽകും പുസ്തകം. ഭാരതം മഹാഭാരതം ഭാരതം
അമൃത സാഗരം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേൽ. മഹാഭാരതം കഥാകഥനം നാം ആരംഭിച്ചു. ഇന്ന് 26ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ തീർത്ഥയാത്രാപർവം എന്ന ഭാഗമാണ്, വനപർവത്തിലെ ഒരു പ്രധാന ഭാഗമാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. ഇന്നലെ സ്വർലോകത്തെത്തിയ അർജുനൻ്റെ കഥ, മഹാഭാഗവതനായ ബൃഹദശ്വമുനി അക്ഷഹൃദയം യുധിഷ്ഠിരനെ ഉപദേശിച്ചതും പാണ്ഡുപുത്രൻ ആദരവോടുകൂടി ആ ജ്ഞാനധാരയെ ഉൾക്കൊണ്ട് കൃതജ്ഞതാഭരിതനായി നിന്നു എന്നും നമ്മൾ അവിടെ കേട്ടു. മുനി അവിടുന്ന് യാത്രയാവുകയും ചെയ്തു. അർജുനനെ കുറിച്ചോർത്ത് അർജുനൻ എവിടേക്കാണ് പോയത് എന്ന് പാണ്ഡവന്മാർ 4 പേർക്കും പാഞ്ചാലിക്കും അറിയണില്ല. അവർ വല്ലാത്ത വിഷമത്തിലായിരുന്നു. കാമ്യകവനം മനോഹരമായിട്ടുള്ള വനാണ്, പക്ഷേ അതിൻ്റെ ആ വസന്തശ്രീയുടെ ധന്യത, വനം പൂത്തുലഞ്ഞതിൻ്റെ സുഖം ആർക്കും അനുഭവപ്പെട്ടില്ല. പാഞ്ചാലി അതാ പറഞ്ഞത്. ആ തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ പതിയുടെ ഓർമ്മ, ആ വീരനെക്കുറിച്ചുള്ള സ്മരണ വല്ലാതെ ആ പെൺകുട്ടിയെ വേദനിപ്പിച്ചു. ഭീമസേനൻ പറഞ്ഞു, വാളും വില്ലും ധരിച്ച് ഞാൻ തഴമ്പാർന്ന കൈകളോടുകൂടി ആ അർജുനനില്ലാത്ത ഈ കാട് എന്നെ സംബന്ധിച്ചിടത്തോളം സൂര്യനില്ലാത്ത ആകാശം പോലെ വല്ലാത്തൊരു അന്ധകാരത്തിലേക്ക് എത്തിക്കണു. നകുലൻ പറഞ്ഞു, ആ ഏട്ടനില്ലാതെ ഈ കാമ്യവനത്തിൽ കഴിയുന്നത് അഭികാമ്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സഹദേവൻ പറഞ്ഞു, ഏട്ടൻ്റെ ആ പുൽമെത്ത അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വേദന തോന്നുന്നു. അങ്ങനെ അവര് പരസ്പരം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ വളരെ വേദനയോടുകൂടി ഓരോ ദിവസങ്ങൾ തള്ളി നീക്കുന്നതിനിടയിലാണ് ഒരിക്കൽ നാരദ മഹർഷി പാണ്ഡവന്മാരുടെ അടുത്തേക്ക് എത്തി. അങ്ങനെ നാരദ മഹർഷി വന്ന് തൻ്റെ യാത്രക്കിടയിൽ താൻ കണ്ട തീർത്ഥങ്ങളെക്കുറിച്ചും ആ തീർത്ഥങ്ങളിൽ ചെന്നാൽ അവിടെ സന്ദർശിച്ചാൽ ലഭിക്കുന്ന പുണ്യങ്ങളെക്കുറിച്ചും ധർമ്മപുത്രരെ സാക്ഷിയാക്കി എല്ലാവരെയും കേൾപ്പിച്ചു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ധർമ്മപുത്രർക്ക് യുധിഷ്ഠിരർക്ക് തീർത്ഥയാത്ര ചെയ്യാനുള്ള വലിയ താല്പര്യമുണ്ടായി എന്നാണ്. അങ്ങനെ അവരിയ്ക്കുമ്പോഴാണ് ഒരിക്കൽ മഹാപഥികനായ പലയിടത്തും ചുറ്റി സഞ്ചരിക്കുന്ന ലോമശൻ എന്ന മുനി അവിടേക്ക്
ആ കാമ്യകവനത്തിലേക്ക് എത്തിച്ചേർന്നത്. പാണ്ഡവരെ കാണാൻ വന്നു. മഹർഷി ഇന്ദ്രലോകം സന്ദർശിച്ചപ്പോൾ ഉണ്ടായ അനുഭവം അവരോട് പറയുകയും ചെയ്തു. യുധിഷ്ഠിര, ഞാൻ ഇന്ദ്രപുരിയിലെത്തിയപ്പോൾ മധ്യമ പാണ്ഡവനായിരിക്കുന്ന കൗന്ദയൻ, ആ അർജുനൻ, അവിടെ ഇന്ദ്രനോട് ചേർന്ന് സിംഹാസനത്തിലിരിക്കണു. അനേക ദിവ്യാസ്ത്രങ്ങളും ആയുധങ്ങളും സമ്പാദിച്ച് ഗീതവാദ്യ നൃത്യങ്ങളിൽ നൈപുണ്യം നേടി അർജുനൻ അധികം താമസിയാതെ നിങ്ങളുടെ അടുത്തേക്ക് വരും. അർജുനനും ഇന്ദ്രനും കൂടി എന്നോട് പ്രത്യേകമായിട്ടൊരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ 5 പേരും ചേർന്ന്, പഞ്ചപാണ്ഡവരിൽ അർജുനൻ ഒഴികെയുള്ള 4 പേരും പാഞ്ചാലിയും ചേർന്ന് തീർത്ഥാടനത്തിന് പുറപ്പെടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അനുഗമിക്കണം എന്നും പ്രത്യേകമായിട്ട് പറഞ്ഞേക്കണു. അപ്പൊ ദേവന്മാർക്ക് പോലും കഴിയാത്ത മഹാകർമ്മത്തിന് ശേഷം അർജുനൻ തിരിച്ച് ഭൂമിയിലെത്തും ഇന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. അർജുനന്റെ 16 ഭാഗം പോലും അസ്ത്രവിദ്യകളിൽ ആ പാടവം കർണന് പോലും ഇല്ല എന്ന് ദേവേന്ദ്രൻ പറയുകയുണ്ടായി എന്നുള്ള കാര്യം കൂടി അവിടെ ഇങ്ങനെ അറിയിച്ചു. അർജുനനെ കുറിച്ചുള്ള വിവരം, ദിവ്യാസ്ത്രസിദ്ധിയെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ ധർമ്മപുത്രർക്കും പാഞ്ചാലിക്കും മറ്റ് പാണ്ഡവന്മാർക്കും ഒക്കെ തന്നെ വലിയ സമാധാനമായി. എങ്കിൽ ലോമശമുനിയോടൊപ്പം തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടാം എന്ന് തീർച്ചപ്പെടുത്തി. അങ്ങനെ മുനിയുടെ നിർദ്ദേശമനുസരിച്ച് കൂടെയുള്ള ബ്രാഹ്മണരെയും പരിവാരങ്ങളെയൊക്കെ തിരിച്ചയക്കാൻ ശ്രമിച്ചുവെങ്കിലും അവസാനം അവരും തങ്ങളുടെ കൂടെ വരട്ടെ എന്ന് പാണ്ഡവന്മാര് തീരുമാനിച്ചു. യാത്ര പുറപ്പെടുന്ന മുഹൂർത്തത്തിലാണ് അവിടെ അവരെ അനുഗ്രഹിക്കാനായിട്ട് സാക്ഷാൽ ദേവർഷിയായിട്ടുള്ള നാരദൻ, അതേപോലെ മഹാമനീഷിയായിരിക്കുന്ന പർവ്വതൻ, മഹാഭാഗനായിരിക്കുന്ന വ്യാസൻ തുടങ്ങിയവരൊക്കെ കാമ്യകവനത്തിലേക്ക് എത്തിയത്. അവരെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. പാഞ്ചാലിയോടും അനേകം തപസ്വികളായ വനവാസികളോടും ധൗമ്യനോടും ലോമശനോടും ചേർന്ന് നിരവധി ആയുധങ്ങളൊക്കെ എടുത്തും കൊണ്ട് കിഴക്കു ദിക്കിലേക്ക് തീർത്ഥാടനത്തിനായിട്ട് പുറപ്പെട്ടു. ആ യാത്രക്കിടയിൽ തൻ്റെ മനസ്സിലുണ്ടായ സംശയങ്ങൾ യുധിഷ്ഠിരൻ മുനിയുടെ അടുത്ത് ചോദിക്കുന്നു. മുനി അവയ്ക്കൊക്കെ വേണ്ടതുപോലെയുള്ള ഉത്തരങ്ങൾ നൽകുകയും ചെയ്തു. യുധിഷ്ഠിരൻ ചോദിച്ചു, നമുക്കെല്ലാവർക്കും ഉണ്ടാകാവുന്ന ഒരു സംശയം, ധർമാനുസാരിയായി ജീവിക്കുന്ന ഒരാൾക്ക് പലപ്പോഴും ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. അധർമ്മിക്ക് നാം കാണുന്ന തരത്തിലുള്ള ഒരു ദുഃഖവും അവർക്ക് അനുഭവിക്കേണ്ടിയും വരുന്നില്ല. യുധിഷ്ഠിരൻ അതാ ചോദിച്ചത്. ഞാൻ അധാർമികനല്ല എന്ന് അങ്ങക്കറിയാലോ, പക്ഷേ എൻ്റെ ശത്രുക്കൾ അധർമ്മം മാത്രമേ ചെയ്യണുള്ളൂ, എങ്കിലും അവർക്ക് അഭിവൃദ്ധി ഉണ്ട് താനും. ഞാൻ ഈ വനത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതെന്താ അതിന് കാരണം? ധർമ്മചാരിയായിരിക്കുന്ന എനിക്ക് ദുഃഖങ്ങളും അധർമ്മം നടപ്പിലാക്കുന്ന ആളുകൾക്ക് താരതമ്യേന സുഖവും. ഈ വൈരുദ്ധ്യങ്ങൾക്ക് കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അധർമ്മകർമ്മങ്ങളെ കൊണ്ട് നേടുന്ന ഉയർച്ച എന്ന് പറഞ്ഞത് അത് കേവലം ക്ഷണഭംഗുരമാണ്. അപ്പോൾ ഈ ഉയർച്ച താൽക്കാലികമാണ്. പിന്നീട് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ശാശ്വതമായ മഹാനാശമാണ്. അധർമ്മം കൊണ്ട് ആദ്യം കുറേയേറെ നേടിയെന്ന് വന്നേക്കാം, പിന്നീട് സമൂലം വേരോടുകൂടി അത് മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്യും. ഞാൻ നിരവധി ദൈത്യന്മാരുടെയും ദാനവന്മാരുടെയും കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്, പറഞ്ഞു തരാം എന്ന് പറയുന്നു എന്ന് സൂചിപ്പിച്ച് അവരിതാ തീർത്ഥയാത്ര പിന്നെയും മുന്നോട്ട് പോണു. അങ്ങനെ അനേക സ്ഥലങ്ങൾ കടന്ന് നൈമിഷാരണ്യത്തിലെത്തി. ഗോമതി നദിയുടെ പുളിനത്തിലുള്ള തീർത്ഥസ്നാനങ്ങളിൽ ഗോക്കൾ, ധനം എന്നിവയൊക്കെ ദാനം ചെയ്ത് അനേക പുണ്യങ്ങൾ നേടി പാണ്ഡവര്. പിന്നീടോ കന്യാതീർത്ഥം, അശ്വതീർത്ഥം, ഗോതീർത്ഥം തുടങ്ങിയ സന്ദർശിച്ച് കലാകോടി, വിഷപ്രസ്ഥ എന്നീ ഗിരികൾ കടന്ന് ബാഹുനദിയിൽ സ്നാനം ചെയ്ത് ദേവന്മാരുടെ യാഗഭൂമിയായിരിക്കുന്ന പ്രയാഗയിലെത്തിച്ചേർന്നു. ഗംഗായമുന സംഗമം, വേദതീർത്ഥം എന്നിവ സന്ദർശിച്ച് ഗയരാജാവിനാൽ വിശുദ്ധമായിരിക്കുന്ന മഹീധാര എന്ന അതിരമ്യമായ അതിസുന്ദരമായിരിക്കുന്ന പ്രദേശത്തിലേക്ക് പാണ്ഡവന്മാര് എത്തിച്ചേർന്നു. അവിടെ ഗയശിരസ് എന്ന പർവ്വതം, അതിമനോഹരമായിരിക്കുന്ന മഹാനദി അവിടെയുണ്ട്.
അവിടുത്തെ ബ്രഹ്മസരസ് എന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് കുറച്ചു കാലം അവരവിടെ താമസിച്ചു. അവിടെ വെച്ചാണ് ചാതുർമാസ്യം എന്ന യജ്ഞം അവർ നടത്തിയത്. 4 മാസക്കാലം നീണ്ടു നിൽക്കുന്ന യജ്ഞം. ബ്രാഹ്മണരിൽ ഈ ചാതുർമാസ്യ വ്രതത്തിനിടയിൽ യജ്ഞത്തിൽ സംബന്ധിക്കാനായിട്ടെത്തിയ ബ്രാഹ്മണരിൽ ഒരാളുടെ പേര് ശമഠൻ എന്നാണ്. ആ ശമഠനാണ് ഗയരാജാവിനെ കുറിച്ച് വളരെ വിശദമായി അവർക്ക് പറഞ്ഞു കൊടുത്തത്. അമൂർത്തരേയസിൻ്റെ പുത്രനായിരിക്കുന്ന ഗയരാജാവ് എത്രയെത്ര വിശുദ്ധ യജ്ഞങ്ങളാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ തീരില്ല. അത്രയധികം പുണ്യം നേടി അദ്ദേഹം. അനേകായിരങ്ങൾക്ക് അഭൂതപൂർവമായി ദക്ഷിണ നൽകി. ദക്ഷിണയോടൊപ്പം ധാരാളം ഭക്ഷണം നൽകി. സുഭിക്ഷമായി ഭക്ഷണം നൽകാൻ ആഹാരത്തിൻ്റെ പർവ്വതങ്ങൾ ഉയർന്നു എന്നൊക്കെയാണ് പറയണത്. നെയ്ത്തടാകങ്ങൾ, തൈർപ്പുഴകൾ എന്ന് വെച്ചാൽ അത്രയധികം ഭക്ഷണം ഓരോ ദിവസവും സജ്ജനങ്ങൾക്ക് കൊടുത്തു എന്നാണ്. സ്വാദിഷ്ടമായ അനുഭോജ്യങ്ങൾ അതൊക്കെ കൊടുത്ത് ഭക്ഷണം മതിയാവോളം കഴിച്ച ജനങ്ങൾ, അവരിൽ നിന്ന് ഉയർന്ന സംതൃപ്തിയുടെ ആ ശബ്ദകോലാഹലങ്ങൾ ഭൂമിയിൽ മാത്രമല്ല ആകാശത്തിലും മുഴങ്ങി എന്നാണ്. ജനങ്ങൾ ദേശങ്ങൾ തോറും ഗയരാജർഷിയുടെ ആ ഭരണത്തെക്കുറിച്ച്, ഭക്ഷണം നൽകുന്നതിലുള്ള താല്പര്യത്തെക്കുറിച്ചൊക്കെ അവിടെ പറഞ്ഞു. സർവ്വജീവജാലങ്ങളും മതിയാവോളം ഭക്ഷണം കഴിച്ചിട്ടും ഇനിയും 25 ആഹാരക്കുന്നുകൾ ബാക്കിയുണ്ട് എന്നാണ്. ഇപ്പോൾ മുമ്പ് ചെയ്തവരില്ല, ഇനി ചെയ്യുന്നവരും ഉണ്ടാവില്ല. ഇതേപോലെ ഗയൻ ചെയ്തതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ ആരും ചെയ്യുന്നു തോന്നണില്ല. ആ ഗയരാജാവ് സമർപ്പിച്ച ഹവിസിൻ്റെ ആധിക്യം കൊണ്ട് ദേവന്മാരെ മറ്റ് യാഗങ്ങൾക്കൊന്നും പോകാൻ പറ്റാതെയായി. മണ്ണിലെ മണൽത്തരികൾ ചിലപ്പോൾ എണ്ണി തീർക്കാൻ സാധിക്കും, ആകാശത്തിലെ വിണ്ണിലെ നക്ഷത്രങ്ങളെ എണ്ണി തീർക്കാൻ സാധിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ഗയൻ യജ്ഞത്തിന് നൽകിയ ദക്ഷിണ അത് ഒരാൾക്ക് പോലും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അത്രയും ഗംഭീരമായിട്ട് എല്ലാവരെയും ഗയൻ സന്തോഷിപ്പിച്ചു എന്ന് പറയുന്നു. പിന്നീട് പാണ്ഡവർ വീണ്ടും യാത്ര തുടരുന്നു. അഗസ്ത്യാശ്രമത്തിലേക്ക് അവരെത്തിച്ചേർന്നു. ദുർജയ എന്ന പ്രദേശത്താണ്. അവിടെ വെച്ച് വാതാപി എന്ന ദൈത്യനെ അഗസ്ത്യൻ നിഗ്രഹിച്ചതായിട്ടുള്ള കഥ യുധിഷ്ഠിരൻ്റെ താല്പര്യം കണ്ട് ലോമശൻ എന്ന മഹർഷി അവിടെ പറഞ്ഞു കൊടുത്തു. പറഞ്ഞു, പണ്ട് മണിമതി എന്ന നഗരത്തിൽ അസുരപുത്രനായിരിക്കുന്ന, ദിതിയുടെ പുത്രനായിരിക്കുന്ന, അതുകൊണ്ട് തന്നെ ദൈത്യനായ ഇല്വലൻ താമസിച്ചിരുന്നു. ഇല്വലൻ മഹാതപസ്വിയായ ഒരു വിപ്രന്റെ അടുത്ത് തനിക്ക് ഇന്ദ്രനെ കൊല്ലാൻ പാകത്തിന് ഒരു പുത്രനുണ്ടാക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ആലോചിച്ചു, ഇത്രയും ദുഷ്ടനായിട്ടുള്ള ഇല്വലന് ഇങ്ങനൊരു വരം കൊടുത്തു കഴിഞ്ഞാൽ അത് അപകടമാവും. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, വരം തരാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഇല്വലന് ദേഷ്യം വന്നു. അദ്ദേഹത്തിൻ്റെ അനുജനുണ്ട്, മായാവി കൂടിയായിരിക്കുന്ന ആ വാതാപി. അപ്പം എന്തു ചെയ്തു, ബ്രാഹ്മണരോട് തൻ്റെ ആ ദേഷ്യം തീർക്കാനായി അദ്ദേഹം ഒരു സൂത്രം ചെയ്തു. വാതാപിയെ ആടാക്കി മാറ്റുക. കാമരൂപിയാണ് വാതാപി. ആട് വേണമെങ്കിൽ ആടാവാം, സിംഹം വേണമെങ്കിൽ സിംഹം, ഇനി എന്തു വേണമെങ്കിലും ആവാം. അപ്പോൾ ഈ വാതാപിയെ ആദ്യം ആടാക്കി മാറ്റും. അതിനുശേഷം ഈ ആടിനെ വെട്ടിക്കൊന്ന് അജമാംസം പാകം ചെയ്ത് സുഭിക്ഷമായ ഭക്ഷണം ബ്രാഹ്മണർക്ക് നൽകും. പണ്ടുകാലത്ത് ബ്രാഹ്മണര് ഇത്തരം മാംസം കഴിച്ചിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏതായാലും സുഭിക്ഷമായ ഭക്ഷണം ബ്രാഹ്മണന് നൽകി അവർ കിടക്കുമ്പോഴേക്കും ഇല്വലൻ എന്തു ചെയ്യും, ആ മഹർഷിമാരുടെ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ വയറ്റിലുള്ള തൻ്റെ അനുജനെ വാതാപിയെ അദ്ദേഹം പുറത്തുനിന്ന് വിളിക്കും. മരിച്ചവരെ പുനർജീവിപ്പിക്കാനുള്ള കഴിവുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ ഇല്വലൻ പറയും, വേഗം പുറത്തേക്ക് വരൂ, വേഗം പുറത്തേക്ക് വരൂ എന്ന് പറയുമ്പോൾ പലതായി കിടന്നിരുന്ന ഭക്ഷണം ഒരുമിച്ച് ചേർന്ന് വാതാപി എന്ന സ്വരൂപത്തോടുകൂടി വയറ് പിളർന്ന് പുറത്തേക്ക് വരും. അതുകൊണ്ട് എന്തായി, അവരൊക്കെ മരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഈ മായാവൃത്തിയിലൂടെ ഓരോ ദിവസവും നിരവധി ബ്രാഹ്മണരെ അദ്ദേഹം ആ യമപുരിയിലേക്ക് പറഞ്ഞയക്കാൻ തുടങ്ങി. അങ്ങനെ ഇല്വലൻ ബ്രാഹ്മണന്മാരെ കൊല്ലാനായിട്ട് തുടങ്ങിയ സമയത്ത്, ആ കാലഘട്ടത്തിലാണ്
അഗസ്ത്യമുനി പർവ്വതഗർത്തത്തിൽ തലകീഴായി കിടക്കുന്ന തൻ്റെ പിതൃക്കളെ കണ്ടത്. അവര് മുനിയോട് പറഞ്ഞു, ഉണ്ണിക്ക് സന്തതിയില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ സാധിക്കാതെയായത്. ഞങ്ങളുടെ ഈ നരകവാസത്തിന് കാരണം നീയാണ്. അപ്പം എന്തു വേണം? നിനക്ക് സൽഗതി ഉണ്ടാവട്ടെ, നിനക്ക് പുത്രഭാഗ്യം ഉണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചു. അഗസ്ത്യ മഹർഷിയോ അദ്ദേഹം തനിക്ക് ചേർന്ന ഒരു വധുവിനെ അദ്ദേഹം തേടി നാട് മുഴുവൻ സഞ്ചരിച്ചു. കണ്ടെത്താൻ സാധിച്ചില്ല. അവസാനം അദ്ദേഹം വളരെ വിശേഷമായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വസ്തുക്കൾ ഓരോന്നോരോന്നായിട്ട് സംഘടിപ്പിച്ച് അതെല്ലാം കൂട്ടിച്ചേർത്ത് തൻ്റെ തപശക്തി കൊണ്ട് ഒരു പെൺകുട്ടിയെ സൃഷ്ടിച്ചു. തനിക്ക് വിവാഹം കഴിക്കാൻ പാകത്തിന് ഒരു പെൺകുട്ടി. അങ്ങനെ ആ പെൺകുട്ടിയെ വിദർഭ രാജാവിന് അദ്ദേഹം നൽകി. വിദർഭ രാജാവിന് കുട്ടികളില്ല. പുത്രാർത്ഥമായി തപസ് ചെയ്തുകൊണ്ടിരുന്ന വിദർഭ രാജാവിന് ഈ പെൺകുട്ടിയെ കൊടുത്തു. രാജാവ് അവൾക്ക് ലോപാമുദ്ര എന്ന് പേരും കൊടുത്തു. അങ്ങനെ ലോപാമുദ്ര രാജകൊട്ടാരത്തിലെ രാജകുമാരിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. രൂപലാവണ്യത്തിൽ അപ്സരസ്സുകളെക്കാൾ സുന്ദരിയാണ് ലോപാമുദ്ര എന്നാണ്. പക്ഷേ വിവാഹപ്രായം എത്തിയിട്ടും അവളെ തേടി ആരും വന്നില്ല. ആ സമയത്ത് അഗസ്ത്യ മഹർഷി വന്നു. വിദർഭ രാജാവിനെ കണ്ട് താൻ നേരത്തെ ഏൽപ്പിച്ച ആ പെൺകുട്ടിയെ ലോപാമുദ്രയെ തനിക്ക് പത്നിയായി നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. രാജാവിന് വല്ലാത്ത വിഷമായി. ഉയരം കുറഞ്ഞ് ജ്ഞാനവൃദ്ധനായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് തൻ്റെ സുന്ദരിയായിട്ടുള്ള മകളെ വിവാഹം ചെയ്തു കൊടുക്കണം എന്നുള്ള മുനിയുടെ ആഗ്രഹം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ശരിയെന്നോ വയ്യ എന്നോ പറയാനുള്ള ധൈര്യമില്ലാതെയായി. ലോപാമുദ്ര വിവരം അറിഞ്ഞു. അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, എനിക്ക് വേണ്ടി അച്ഛൻ ഇങ്ങനെ കരയരുത്, എന്നെ മുനിക്ക് നൽകിക്കോളൂ, എനിക്ക് യാതൊരു വിഷമവും എന്നാണ്. അങ്ങനെ പുത്രിക്ക് അഗസ്ത്യമുനിയെ വരിക്കാൻ സമ്മതമാണെന്ന് അറിഞ്ഞപ്പോൾ രാജാവ് ലോപാമുദ്രയെ വിധിപ്രകാരം അദ്ദേഹത്തിന് ആ അഗസ്ത്യ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹം കഴിഞ്ഞപ്പോഴോ ലോപാമുദ്ര രാജകീയമായ വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ഉപേക്ഷിച്ചു. തൻ്റെ ഇനിയുള്ള ജീവിതം ഈ സന്യാസശ്രേഷ്ഠൻ്റെ കൂടെ വനത്തിലാണ്. അപ്പം അതിന് യോജിച്ച വസ്ത്രങ്ങളെ വേണ്ടു. അങ്ങനെ താപസപത്നിക്ക് ചേരുന്ന തരത്തിലുള്ള മരവുരിയും തോലും ഒക്കെ ധരിച്ച് വ്രതചര്യകൾ വേണ്ടതുപോലെ അനുഷ്ഠിച്ചു. ആ പെൺകുട്ടി തൻ്റെ ഭർത്താവിനെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി പരിചരിച്ചു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ തപസ്സിൽ ആണ് തൻ്റെ ഭർത്താവ്. ആ തപസ്സിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോപാമുദ്ര ഋതുസ്നാതയായി. മുനി അവളിലെ ശുദ്ധിയും ദമവും സൗന്ദര്യവും ശ്രീയും ഒക്കെ കണ്ട് ആ പെൺകുട്ടിയെ അവിടെ ശാരീരികമായ ആ രതിസംഗമത്തിനായിട്ട് ക്ഷണിക്കുന്നു. അത് കേട്ടു കഴിഞ്ഞപ്പോൾ ലോപാമുദ്ര എന്തു പറഞ്ഞു? എനിക്ക് എൻ്റെ അച്ഛൻ്റെ കൊട്ടാരത്തിൽ ശയിച്ചതുപോലെ രാജകീയമായ ശയ്യാതലങ്ങളൊക്കെ വേണം. അങ്ങനെയെങ്കിലേ എനിക്ക് അങ്ങയുമായി ചേരാൻ സാധിക്കുള്ളൂ. മാലയും ഭൂഷണങ്ങളും അണിഞ്ഞ അങ്ങയെ ഞാൻ ദിവ്യാഭരണഭൂഷിതയായി സംഗമിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ ധരിച്ചിട്ടുള്ള കാഷായ വസ്ത്രങ്ങൾ, ഈ വസ്ത്രങ്ങളുമായിട്ട് എനിക്ക് അങ്ങയുമായിട്ട് ചേരാൻ സാധിക്കില്ല. ദൈവികമായ ഈ വേഷത്തെ കളങ്കപ്പെടുത്തുന്നതിന് തുല്യമാവും അത്. മുനി പറഞ്ഞു, ലോപാമുദ്രേ, അങ്ങനെയൊക്കെ ചെയ്യാൻ എൻ്റെ കയ്യിൽ ധനം എവിടെ? നിന്റെ അച്ഛൻ്റെ കയ്യിൽ ധാരാളം ധനം ഉണ്ടായിരുന്നു. ഞാൻ രാജാവല്ല, ഞാൻ കേവലം ഒരു ഋഷി മാത്രമാണ്. അഗസ്ത്യൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ലോപാമുദ്ര പറഞ്ഞു, എന്തിനും കഴിയുന്ന തപോവ്രതനാണ് അങ്ങ് വിചാരിച്ചാൽ മതി. എൻ്റെ അച്ഛന് ധനം സമ്പാദിക്കണം, അങ്ങക്ക് ധനം വേണമെന്ന് വിചാരിച്ചാൽ മതി. നിമിഷം കൊണ്ട് ലോകത്തിലെ സമസ്ത വസ്തുക്കളും സൃഷ്ടിക്കാൻ അങ്ങക്ക് കഴിയില്ലേ? അഗസ്ത്യൻ പറഞ്ഞു, അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ നേടിയ തപശക്തി കേവലം ഇത്തരം ലൗകികമായ സുഖത്തിനു വേണ്ടി വെറുതെ കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ തപശക്തിക്ക് ഭംഗം വരാത്ത എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ലോപാമുദ്രയ്ക്ക് ക്ഷമ കെട്ടുപോയി എന്നാണ്. എൻ്റെ ഋതുവേള കഴിയാൻ ഇനി അധിക കാലമില്ല. അതിനുള്ളിൽ ഞാൻ ആഗ്രഹിക്കുന്നതിന് വിരുദ്ധമായി അങ്ങയുമായി ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല.
അങ്ങയുമായി ചേരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഈ ഒരു വേഷഭൂഷാദികളിൽ അങ്ങയുമായിട്ട് ചേരാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങയുടെ ധർമ്മലോപവും ഒരിക്കൽ പോലും സംഭവിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ആഗ്രഹം സഫലമാക്കാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ലോപാമുദ്രയുടെ ഈ വാക്ക് കേട്ടപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു, ശരി, ഒരു കാര്യം ചെയ്യാം. ധനം സമ്പാദിക്കാൻ എന്താണ് വഴി എന്ന് ഞാൻ നോക്കട്ടെ, ഞാനൊന്ന് അന്വേഷിച്ചു വരാം എന്ന് പറഞ്ഞ് മഹർഷി ഇറങ്ങി നടന്നു. അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് ശ്രുതർവാവ് എന്ന രാജാവിൻ്റെ അടുത്തേക്ക് എത്തി. രാജാവിനോട് ധനം ആവശ്യപ്പെട്ടു. രാജാവ് പറഞ്ഞു, എൻ്റെ രാജ്യത്ത് നിന്ന് നികുതിയായി എനിക്ക് ലഭിക്കുന്ന ധനത്തിൻ്റെ വരുമാനവും അതേപോലെ രാജ്യത്തിലെ പ്രജകളുടെ ക്ഷേമൈശ്വര്യങ്ങൾക്ക് വേണ്ടി നൽകുന്ന അതിൻ്റെ ചിലവും രണ്ടും തുല്യമാണ്, ഒന്നും നീക്കിയിരിപ്പില്ല. ഇതിൽ നിന്ന് അങ്ങക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളൂ എന്ന് പറഞ്ഞപ്പോൾ അഗസ്ത്യൻ വിചാരിച്ചു, ഈ വരവും ചെലവും തുല്യമായൊരു സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് പ്രജകൾക്ക് ദോഷത്തിന് കാരണമാവും. അതുകൊണ്ട് അദ്ദേഹം ആ ശ്രുതർവാവുമായി മറ്റൊരു രാജാവിൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ പേര് ബൃഹ്നശ്വൻ എന്നാണ്. അദ്ദേഹവും ഇതേപോലെ തന്നെ പറഞ്ഞു, വരവും ചെലവും തുല്യമാണ്. എങ്കിൽ ആ രണ്ട് രാജാക്കന്മാരോടും കൂടി മറ്റൊരു രാജാവിൻ്റെ അടുത്തേക്ക് പോകാൻ തീർച്ചപ്പെടുത്തി. പുരുകുൽസൻ എന്ന ആ പുരുകുൽസന്റെ പുത്രനായിരിക്കുന്ന ത്രസദസ്യുവിൻ്റെ അരികിലേക്കെത്തി. ത്രസദസ്യോ അവിടെയും മുൻപുണ്ടായ അനുഭവം തന്നെ. അങ്ങനെ 3 പേരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ 3 രാജാക്കന്മാരും ഏകസ്വരത്തിൽ പറഞ്ഞു, ഇവിടെ ഇല്വലൻ എന്നൊരു അസുരനുണ്ട്. ആ അസുരൻ്റെ അവൻ്റെ കയ്യിൽ ധാരാളം ധനമുണ്ട്. നമുക്കെല്ലാവർക്കും കൂടി അവൻ്റെ അടുത്ത് പോയി പണം ചോദിച്ചാലോ? ശരിയെന്നും പറഞ്ഞ് അഗസ്ത്യ മഹർഷി ഈ 3 രാജാക്കന്മാരോട് കൂടി ഇല്വലൻ്റെ അടുത്തേക്ക് വരുന്നു. മുനി വരണ കണ്ടപ്പോൾ ഇല്വലിന് വലിയ സന്തോഷമായി. മന്ത്രിമാരോടൊക്കെ കൂടിയാണ് ആ രാജാക്കന്മാരും വരുന്നത്. ഏതായാലും ഒരു ബ്രാഹ്മണനെ കൂടി വധിക്കാൻ സാധിക്കണു എന്ന അത്യധികമായ സന്തോഷത്തോടു കൂടി ഇല്വലൻ അവിടെ ഇരിക്കുകയാണ്. ആ ഇല്വലൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം 3 രാജാക്കന്മാർക്കും അഗസ്ത്യ മഹർഷിക്കും നല്ലതുപോലെ മനസ്സിലായി. ഏതായാലും ഇല്വലൻ വളരെ പെട്ടെന്ന് ആടായി മാറിയ തൻ്റെ സഹോദരൻ വാതാപിയെ കശാപ്പ് ചെയ്ത് മാംസം പാകം ചെയ്ത് അവരെ സൽക്കരിച്ചു. രാജാക്കന്മാർ വിഷമിക്കണണ്ടപ്പോൾ അഗസ്ത്യൻ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഒക്കെ ഞാൻ കഴിച്ചോളാം. അഗ്രാസനത്തിലിരിക്കുന്ന മഹർഷിക്ക് ഇല്വലൻ പുഞ്ചിരിയോടെ മാംസഭക്ഷണം കൊടുത്തു. അഗസ്ത്യനും ഉള്ളിൽ നല്ലപോലെ ചിരിച്ചു. ഏതായാലും വാതാപിയുടെ മാംസം മുഴുവൻ അഗസ്ത്യൻ ഭക്ഷിച്ചു. അപ്പോൾ ആ മുനിയിൽ നിന്ന് ഒരു അധോവായു പുറത്തേക്ക് പോയി എന്നാണ്. ഇല്വലൻ വിളിച്ചു പറഞ്ഞു, ഉണ്ണി, അനിയ, വാതാപി പുറത്തേക്ക് വരൂ. വാതാപി വരണില്ല. വീണ്ടും വിളിച്ചു നോക്കി, വരണില്ല. അഗസ്ത്യ മഹർഷി ഉറക്കെ ചിരിച്ചു. നിന്റെ ഈ ഏർപ്പാട് ഇനി നടക്കില്ല. വാതാപിയെ ഞാൻ എൻ്റെ ആ ദഹനരസം കൊണ്ട് ഇല്ലാതെയാക്കി, അവനെ ഞാൻ ദഹിപ്പിച്ചു കളഞ്ഞു. മഹർഷിയുടെ ആ ഉദരത്തിൽ തൻ്റെ സഹോദരൻ ഇല്ലാതെയായി, ദഹിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഇല്വലൻ മുനിയുടെ കാക്കൽ വീണ് നമസ്കരിച്ചു. എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം എന്ന് പറയൂ. മുനി പറഞ്ഞു, എനിക്ക് ധനം വേണം, അതിനു വേണ്ടിയിട്ടാണ്. എൻ്റെ പത്നിക്ക് രാജകീയമായ സുഖസൗകര്യങ്ങൾ ഒരുക്കാൻ എനിക്ക് ധനം വേണം. ഏതായാലും ആ അഗസ്ത്യൻ്റെ മുമ്പിൽ തൻ്റെ ശക്തിക്ക് സ്ഥാനമില്ല എന്ന് മനസ്സിലാക്കിയ ഇല്വലൻ ധനാദികൾ അദ്ദേഹത്തിനും കൂടെയുള്ള രാജാക്കന്മാർക്കും വേണ്ടതുപോലെ നൽകി. ഏതായാലും മുനിക്കും രാജാക്കന്മാർക്കും നൽകേണ്ട ധനാദികൾ മനസ്സിൽ നിശ്ചയിച്ചിട്ട് ഇല്വലൻ എന്താ പറഞ്ഞത്? മഹർഷേ, എൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് ഇപ്പൊ അങ്ങ് പറഞ്ഞാൽ അത് മുഴുവൻ ഞാൻ അങ്ങക്ക് തരാം. അഗസ്ത്യൻ എന്തു പറഞ്ഞു? ഓരോ രാജാവിനും 10,000 പശുക്കളെയും അത്രയും സ്വർണ്ണക്കട്ടികളും അവർക്ക് നൽകുന്നതിൻ്റെ ഇരട്ടിയും ഒരു സ്വർണ്ണരഥവും എനിക്ക് നൽകൂ. ഇല്വലൻ ആലോചിച്ചപ്പോൾ കാര്യം ശരിയാണ്. ഏതായാലും അതൊക്കെ മുനിക്ക് നൽകി. അതിനുശേഷം വീരാവൻ, സുരാവൻ എന്നീ കുതിരകളെ പൂട്ടിയ സ്വർണ്ണരഥത്തിൽ മുനിയും രാജാക്കന്മാരും
കണ്ണടച്ചു തുറക്കും മുമ്പേ അവിടുന്ന് യാത്രയായെന്നാണ്. അഗസ്ത്യന്റെ അനുമതിയോടെ രാജാക്കന്മാര് സ്വപുരത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. മുനി നേടിയ അസംഖ്യമായിരിക്കുന്ന ധനം, ലോപാമുദ്രയുടെ ആഗ്രഹം അദ്ദേഹം സഫലമാക്കി. അവൾ പുത്രാർത്ഥിയായി മുനിയുടെ സവിധത്തിലേക്ക് എത്തി. പറഞ്ഞു, നിന്നിൽ ഞാൻ പ്രീതനായി കഴിഞ്ഞു. നമുക്കുണ്ടാവാൻ പോകുന്ന സന്തതികളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഞാനിതാ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നു. 1000 സന്താനങ്ങൾ വേണോ, അതോ 10 പേർക്ക് തുല്യരായ 100 സന്താനങ്ങൾ വേണോ, അല്ലെങ്കിൽ 1000 പേർക്ക് തുല്യനായ മതിമാനായിരിക്കുന്ന ബുദ്ധിമാനും സൗന്ദര്യവും ഒക്കെ ഒത്തുചേർന്ന ഏറ്റവും ശ്രേഷ്ഠനായ ഒരു പുത്രൻ വേണോ? ആരാ വേണ്ടത്? ലോപാമുദ്ര പറഞ്ഞു, 1000 പേരുടെ പ്രഭാവമുള്ള ഒരു സന്താനം അതെനിക്ക് മതി. 1000 ദുഷ്ടന്മാരെക്കാൾ എത്രയോ ഭേദമാണ് ഗുണവാനായിരിക്കുന്ന ഒരു പുത്രൻ. അപ്പോൾ അങ്ങനെ 1000 പേരുടെ പ്രഭാവമുള്ള ഒരു സന്താനം എനിക്ക് വേണം. അങ്ങനെ ആ ലോപാമുദ്രയുടെ ആഗ്രഹം സഫലമായി. അഗസ്ത്യന് അവളിലുണ്ടായ പുത്രൻ ദൃഢസ്യു എന്ന് അറിയപ്പെടാൻ തുടങ്ങി. 7 വർഷത്തെ ഗർഭകാലത്തിന് ശേഷമാണത്രേ ഇവിടെ ആ ഉണ്ണിയുണ്ടായത്. പിതാവിൻ്റെ ആശ്രമയജ്ഞത്തിന് വേണ്ടി ധാരാളം വിറക് ചുമന്നു വന്നു എന്നുള്ളത് കൊണ്ട് ഈ ഉണ്ണിക്ക് ഇത്മവാഹൻ എന്ന് മറ്റൊരു പേരും ഉണ്ടായി. ഏതായാലും അഗസ്ത്യന് പുത്രനുണ്ടായപ്പോൾ പിതൃക്കൾക്കൊക്കെ മോക്ഷം ലഭിക്കുകയും ചെയ്തു. ലോമശൻ അഗസ്ത്യനെ കുറിച്ച് പറഞ്ഞിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, അഗസ്ത്യൻ്റെ മനോഹരമായ ആശ്രമത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇതാ നോക്കൂ, ദേവഗന്ധന്മാർ പോലും ഉപാസിക്കുന്ന ഭാഗീരഥി അതിസുന്ദരമായ സ്വരൂപത്തോടുകൂടി ഇതിനടുത്തുകൂടെ ഈ അഗസ്ത്യൻ്റെ ആശ്രമത്തിനടുത്തുകൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ലോമശം മുനി മറ്റൊരു തീർത്ഥം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഭൃഗുതീർത്ഥമാണ്. പണ്ട് ഭൃഗുവംശജനായിരിക്കുന്ന രാമൻ ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്താണ് തൻ്റെ നഷ്ടപ്പെട്ട തേജസ് തിരിച്ചെടുത്തത്, വീണ്ടെടുത്തത്. അങ്ങയ്ക്കും സഹോദരന്മാരോടും കൃഷ്ണയോടും കൂടി ചേർന്ന് ഈ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് ദുര്യോധനൻ അപഹരിച്ച തേജസ് അങ്ങയ്ക്ക് വീണ്ടും പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. യുധിഷ്ഠിരൻ തൻ്റെ സഹോദരന്മാരോടും ദ്രൗപദിയോടും കൂടെ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് പിതൃക്കളെയും ദേവകളെയും തർപ്പിച്ച് അതിദീപ്തമായ ഭാവത്തോടുകൂടി യുധിഷ്ഠിരൻ ധർമ്മപുത്രൻ അവിടെ മിന്നിത്തിളങ്ങുന്നു. ഏതായാലും രാമന്റെ തേജോഹാനി എങ്ങനെയാണ് ഉണ്ടായത്, പരശുരാമന്റെ തേജസ് നഷ്ടപ്പെട്ടത് എങ്ങനെയാണത് വീണ്ടെടുക്കാൻ സാധിച്ചത്, ഇതൊക്കെ അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറയുന്നു. ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് ലോമശൻ എന്ന ആ മഹർഷി ശ്രീരാമനും പരശുരാമനും തമ്മിലുണ്ടായ ബലപരീക്ഷണത്തിൻ്റെ കഥ അവിടെ പറഞ്ഞു കൊടുത്തത്. ദശരഥൻ്റെ പുത്രനായി ഭഗവാൻ രാമൻ ആയിട്ട് അവതരിച്ചു. രാവണവധത്തിന് വിഷ്ണുവിൻ്റെ അവതാരമാണ് ഇത് പ്രധാനമായും. ദാശരഥിയായ രാമനെ ഞാൻ അയോധ്യയിൽ പോയി കണ്ടിട്ടുണ്ട്, ലോമശമുനി പറഞ്ഞു. അങ്ങനെ ഋചീകൻ്റെയും രേണുകയുടെയും പുത്രനായ ഭൃഗുരാമൻ, ഭാർഗവരാമൻ, ദശരഥപുത്രനായിരിക്കുന്ന രാമനെക്കുറിച്ച് അറിയണു. ദേഷ്യം വന്നു. ക്ഷത്രിയ വംശത്തെ പല പ്രാവശ്യം മുടിച്ച വില്ലുമായി അയോധ്യയിലേക്ക് പുറപ്പെട്ടു. രാജ്യാതിർത്തിയിൽ വെച്ചാണ് ദശരഥൻ മകൻ ശ്രീരാമനെ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് അയച്ചത്. രാമായണത്തിലെ കഥാസന്ദർഭവും ഇതിലെ കഥാസന്ദർഭവും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും ഭൃഗുരാമൻ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള ഈ വില്ലുകൊണ്ട് ധാരാളം ക്ഷത്രിയരെ ഞാൻ നിഗ്രഹിച്ചിട്ടുണ്ട്. നിന്റെ സർവശക്തിയും ഉപയോഗിച്ച് ഇതൊന്ന് കൊലയേറ്റാൻ നിനക്ക് സാധിക്കുമോ? ദാശരഥിയായ ദശരഥപുത്രനായ ശ്രീരാമൻ പറഞ്ഞു, പരിഹസിക്കരുത്, ഞാൻ ബ്രാഹ്മണനല്ല, ക്ഷത്രിയധർമ്മം പാലിക്കുന്നവനാണ്. കൈക്കരുത്തുകൊണ്ട് ഡംബ് പറയുന്ന ശീലം ഇക്ഷ്വാകു വംശത്തിലെ ആർക്കും തന്നെ ഇല്ല എന്ന് അങ്ങ് മനസ്സിലാക്കൂ. പരശുരാമൻ പറഞ്ഞു, എങ്കിൽ വെറുതെ സംസാരിച്ചിട്ട് എന്താ കാര്യം? നാവ് ഉയർത്താതെ വില്ലു കൊലയ്ക്കാണ് വേണ്ടത്. ശ്രീരാമൻ ഭാർഗവരാമൻ്റെ കയ്യിൽ നിന്ന് ആ വൈഷ്ണവ ചാപത്തെ സ്വീകരിച്ചു. അവിടെ സീതാദേവിയെ തൻ്റെ സ്വന്തമാക്കിയപ്പോൾ ത്രയംബകം എന്ന ശൈവചാപം കുലയേറ്റി അത് 2ആയി മുറിഞ്ഞു വീണു എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്.
ഏതായാലും ഈ വൈഷ്ണവ ചാപത്തെ കയ്യിലെടുത്തു. നിഷ്പ്രയാസം ഒരു ലീല എന്നതുപോലെ ഒരു രാമലീല. അത് കുലയേറ്റുമ്പോഴുണ്ടാകുന്ന ഇടിമുഴക്കം കേട്ട് ജീവികൾ ഭയന്ന് നടുങ്ങി എന്നാണ്. ശ്രീരാമൻ ചോദിച്ചു, ഇനി എന്താ വേണ്ടത്? പരശുരാമൻ ഒരു ദിവ്യമായ ബാണം കൊടുത്തിട്ട് പറഞ്ഞു, ഈ ബാണം ചെവി വരെ വലിച്ച് കുലയേറ്റുവോ? പരശുരാമന്റെ അഹന്ത നിറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ രാമൻ പറഞ്ഞു, ശരി, അഹന്ത മാത്രമേ അങ്ങയുടെ വാക്കുകളിലുള്ളൂ, ശരിയാണ്. അങ്ങയുടെ പിതാമഹന്റെ പ്രസാദം കൊണ്ട് മാത്രമാണ്, അല്ലയോ ഭാർഗവരാമ, അങ്ങ് ക്ഷത്രിയന്മാരെക്കാൾ കൂടുതൽ തേജസ് നേടിയത്. എന്നെ പരിഹസിക്കണു, എൻ്റെ സ്വരൂപം കണ്ടോളൂ, ദാ ഞാൻ അങ്ങക്ക് ദിവ്യനയനത്തെ, ദിവ്യചക്ഷുസിനെ നൽകുന്നു. ശ്രീരാമഗാത്രത്തിൽ നിന്ന് ആദിത്യവസു, രുദ്രന്മാര്, മരുത്സാധ്യഗണങ്ങള്, പിതൃക്കള്, അഗ്നി, സർവനദീതീർത്ഥങ്ങൾ, ഗന്ധർവരക്ഷേശ ഗണങ്ങള്, ബാലഖില്യ മുനിമാര്, ദേവർഷിമാര്, സമുദ്രങ്ങള്, പർവ്വതങ്ങള്, വേദങ്ങള് എന്ന് വേണ്ട സകലതും അവിടെ കാണാനായിട്ട് സാധിച്ചു. ഒരു വിശ്വരൂപ ദർശനം അതും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഭൃഗുരാമൻ നൽകിയ ബാണം വിഷ്ണു അല്ലെങ്കിൽ ശ്രീരാമൻ എഴുതപ്പോ ഭൂമി കുലുങ്ങി, ധൂളീവർഷവും മാരീവർഷവും ഉണ്ടായി. പ്രപഞ്ചത്തെ നടുക്കിക്കൊണ്ട് രാമൻ വലിച്ചുവിട്ട ബാണം ജ്വലിച്ചു. അങ്ങനെ പാഞ്ഞു പോവുകയാണ്. ഭൃഗുരാമൻ പറഞ്ഞു, ബുദ്ധി തെളിഞ്ഞു അദ്ദേഹത്തിന്. ആ ശ്രീരാമന്റെ ശരണാർത്ഥിയായി വിഷ്ണുവിന്റെ കൽപ്പന പ്രകാരം ഭൃഗുരാമൻ ലജ്ജയോടും ഭയത്തോടും മഹേന്ദ്രശൈലത്തിലേക്ക് പോയി എന്നാണ് ഇവിടെ ഭാരതത്തിൽ പറയുന്നത്. നാം കേട്ടിട്ടുള്ള രീതി എങ്ങനെയാ? ഭാർഗവരാമൻ പറഞ്ഞു, എൻ്റെ തേജസ്സിലേക്ക് അങ്ങ് അമ്പെയ്തോളൂ, ആ ബാണത്തെ അയക്കൂ. എന്നിട്ട് അദ്ദേഹം ലോകഹിതാർത്ഥം മഹേന്ദ്രപർവ്വതത്തിൽ ഇന്നും തപസ് ചെയ്തുകൊണ്ടിരിക്കണു എന്നാണ്. ഏതായാലും ഒരിക്കൽ ഭാർഗവരാമന്റെ പിതൃക്കൾ വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, ഉണ്ണി, നീ ആ സാക്ഷാൽ വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനെ എതിർത്തത് ഒട്ടും ശരിയായില്ല. വധൂസര എന്ന പുണ്യനദിയിലെത്തി ദീപ്തോദം എന്ന തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ നിന്റെ തേജസ് തിരിച്ചു കിട്ടും. പ്രപിതാമഹനായിരിക്കുന്ന ഭൃഗു ദേവയുഗത്തിൽ ആ തീർത്ഥത്തിൽ തപസ് ചെയ്തിട്ടുണ്ട്. ഭൃഗുരാമൻ തീർത്ഥത്തിലേക്ക് പുറപ്പെട്ടു, സ്നാനം ചെയ്ത് നഷ്ടപ്പെട്ട തേജസ് തിരിച്ചെടുക്കുകയും ചെയ്തു എന്നാണ്. അത്രയും ശ്രേഷ്ഠമാണ് ഈ തീർത്ഥം എന്ന് മനസ്സിലാക്കുക. അഗസ്ത്യ മഹർഷിയുടെ മഹാകർമ്മങ്ങളെക്കുറിച്ചറിയാൻ യുധിഷ്ഠിരന് വീണ്ടും കൗതുകം. ലോമശമുനി അദ്ദേഹത്തിൻ്റെ ദൈവികമായ, അതിമാനുഷമായ, അമാനുഷികമായ സിദ്ധികളെക്കുറിച്ച് പറയാൻ തുടങ്ങി. പണ്ട് കൃതയുഗത്തിൽ കാലകേയന്മാർ എന്നറിയപ്പെടുന്ന അസുരന്മാര്, അതിദാരുണന്മാരായിരിക്കുന്ന കാലകേയന്മാര് വൃത്രാസുരന്റെ നേതൃത്വത്തിൽ ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെ ആക്രമിച്ച് പല ദിക്കിലേക്കും അടിച്ചു ഓടിച്ചു എന്നാണ്. ദേവന്മാർ വൃത്രവധത്തെക്കുറിച്ച് ആലോചിച്ച് ആ പുരന്ദരനെ പുരസ്കരിച്ച് സാക്ഷാൽ ദേവേന്ദ്രനെ മുൻനിർത്തി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. വൃത്രനെ സംഹരിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അതിനായി നിങ്ങൾ ദധീചി എന്ന മഹർഷിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്ന് വരം വാങ്ങുക. മുനിയെ കണ്ട് ത്രിലോകങ്ങളുടെ രക്ഷയ്ക്കായി അദ്ദേഹത്തിൻ്റെ അസ്ഥികളാണ് നിങ്ങൾ അർത്ഥിക്കേണ്ടത്. അദ്ദേഹം ശരീരം വെടിഞ്ഞ് അസ്ഥികൾ നിങ്ങൾക്ക് നൽകും. ആ അസ്ഥികൾ ഉപയോഗിച്ച് അതിഘോരമായ, അതിതീക്ഷ്ണമായ ഒരു ആയുധം നിർമ്മിക്കുക. കടുത്ത മൂർച്ചയുള്ള 6 വശങ്ങളോടുകൂടിയ ഈ ആയുധം വജ്രം എന്ന പേരിൽ അറിയപ്പെടും. ശക്രൻ വൃത്രനെ ഈ വജ്രായുധം കൊണ്ട് നിഗ്രഹിക്കുകയും ചെയ്യും. ദേവന്മാര് നാരായണന്റെ നേതൃത്വത്തിൽ ദധീചി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ നേരിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതിൻ്റെ താല്പര്യം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും സരസ്വതി നദിയുടെ മറുകരയിൽ അതി സുന്ദരമായ ഒരു വനപ്രദേശം, അവിടെ ദധീചി മഹർഷിയുടെ ആശ്രമം കാണുന്നു. അവിടുത്തെ വണ്ടുകൾ പോലും സാമഗാനം പോലെ മുരണ്ടുകൊണ്ടിരിക്കുകയാണത്രേ. കുയിലുകളെ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു.
ഹിംസ്രജന്തുക്കളും മാൻ തുടങ്ങിയ സാധുമൃഗങ്ങളും പരസ്പര സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ ആ തപസ്സിൻ്റെ ശക്തി കൊണ്ട് സുഖമായിട്ട് കഴിയുന്നു. പലതരത്തിലുള്ള പക്ഷിമൃഗാദികൾ വിഹരിക്കുന്ന ദധീചിയുടെ ആശ്രമത്തിലേക്ക് സ്വർഗവാസികൾ ആ ദേവന്മാര് കടന്നു ചെന്നു. ബ്രഹ്മാവ്, സൂര്യൻ തുടങ്ങിയവര് ആ ദധീചി മഹർഷിയെ കണ്ട് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്ത് കാൽക്കൽ വീണ് നമസ്കരിച്ചു. വന്ന കാര്യം പറഞ്ഞു. അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം കൃതാർത്ഥതയോടുകൂടി പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന വാക്കിനെ സത്യമാക്കിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുന്നു. ആ മുനിയുടെ മൃതശരീരത്തിൽ നിന്നും അസ്ഥികളെടുത്ത് സ്വർലോകത്ത് കൊണ്ടുപോയി ത്വഷ്ടാവിനോട് തങ്ങൾക്ക് ആവശ്യമുള്ള ആയുധമുണ്ടാക്കി തരാൻ പറയുന്നു. ഇന്ദ്രൻ ആ വജ്രായുധം അദ്ദേഹത്തിൽ നിന്ന് അത് സ്വീകരിക്കുന്നു. വൃത്രനോട് വജ്രായുധധാരിയായിരിക്കുന്ന ഇന്ദ്രൻ പോരിനിറങ്ങുന്ന രംഗമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം, ഗിരിശൃംഗങ്ങൾ പോലെയാണ്. ശക്തരായ ദാനവന്മാര് വൃത്രനോടൊപ്പം ദേവന്മാരുടെ നേരെ പാഞ്ഞെടുത്തു. ഘോരമായ യുദ്ധം, ശരീരങ്ങൾ മുറിഞ്ഞിങ്ങനെ വീഴുന്നു. ആ വാളിൻ്റെ സീൽക്കാര ശബ്ദം, ആകാശത്തിൽ നിന്ന് അറ്റുവീഴുന്ന ശിരസ്സുകൾ, സ്വർണ്ണ കവചമണിഞ്ഞ് പരിഘങ്ങളേന്തി കാലകേയന്മാര് പാഞ്ഞെടുത്തപ്പോൾ ദേവന്മാര് പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി. അങ്ങനെ ആ ദേവേന്ദ്രൻ സാക്ഷാൽ ഭഗവാനെ അഭയം പ്രാപിച്ചു. ഇന്ദ്രനിൽ വിഷ്ണു സ്വന്തം തേജസ് നൽകി അനുഗ്രഹിച്ചു. ദേവന്മാരും ബ്രഹ്മർഷി ശ്രേഷ്ഠന്മാരും അവരവരുടെ തേജസ് മുഴുവൻ ദേവേന്ദ്രന് പകർന്നപ്പോൾ ദേവേന്ദ്രൻ മഹാശക്തനായിട്ട് തീർന്നു അല്ലേ. സ്വന്തം തേജസ് മാത്രമല്ല, സകല ആ സാത്വിക ഭാവങ്ങളുടെയും തേജസ് ഇന്ദ്രനിലേക്ക് ചേർന്നു. അങ്ങനെ ആ ശക്തി പ്രേക്ഷണത്തിൽ ദേവേന്ദ്രൻ്റെ ആ അതിഗംഭീരമായിരിക്കുന്ന ശക്തിഭാവം കണ്ടപ്പോൾ വൃത്രന് കൂടുതൽ ദേഷ്യം വന്നു. അലറിക്കൊണ്ട് ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് എത്തി. ദേവേന്ദ്രൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ദധീചി മഹർഷിയുടെ മുതുകല്ലുകൊണ്ട് നിർമ്മിച്ച വജ്രായുധം അത് വൃത്രന് നേരെ പ്രയോഗിക്കുന്നു. ആ വൃത്രാസുരൻ, ഇത്രയും ഘോരമായ യുദ്ധം നടത്തിയിരുന്ന മഹാകായനായിരിക്കുന്ന വൃത്രാസുരൻ വജ്രായുധത്തിൻ്റെ സ്പർശമാത്രയിൽ തന്നെ അവിടെ നിലംപതിച്ചു എന്നും പറയുന്നു. വജ്രമെറിഞ്ഞ ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാൻ പോലും നിൽക്കാതെ ഭയപ്പെട്ടും കൊണ്ട് അവിടെ ഇന്ദ്രൻ ഏതോ സരസിൽ ഒളിക്കാൻ പോയി എന്നാണ്. ഭാഗവതത്തിലൊക്കെ നമ്മളെങ്ങനെയാണ് കാണുന്നത്? ഇതിൻ്റെ ബ്രഹ്മഹത്യാപാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാനസ സരസിൽ പോയി ഒളിച്ചിരുന്നു എന്നൊക്കെയാണ്. ഏതായാലും തൻ്റെ വജ്രപ്രയോഗത്തിൽ വൃത്രാസുരൻ മരിച്ചു എന്ന വിവരം ഇന്ദ്രൻ അറിഞ്ഞില്ലാത്രേ. പരിഭ്രമവും ഉത്കണ്ഠയും ഒക്കെ കാരണം. വൃത്രനെ ശക്രൻ വധിച്ചപ്പോൾ ദേവന്മാര് ദാനവ സൈന്യത്തെ കൊന്നൊടുക്കാൻ തുടങ്ങി. വൃത്രൻ നഷ്ടപ്പെട്ടപ്പോൾ, നേതാവ് നഷ്ടപ്പെട്ടതോടുകൂടി ദൈത്യന്മാര്, കാലകേയന്മാര് അവിടുന്ന് പേടിച്ചോടാൻ തുടങ്ങി. ദാനവര് മഹാസമുദ്രത്തിൽ അഭയം പ്രാപിച്ചു. ത്രിലോകങ്ങൾ നശിപ്പിക്കാനുള്ള മാർഗത്തിനായിട്ട് അവരവിടെ ഇരുന്ന് ആലോചിച്ചു. ഓരോ ദാനവനും അവർക്ക് മനസ്സിൽ തോന്നിയ പദ്ധതി പുറത്തേക്ക് കൊണ്ടുവന്നു. ലോകങ്ങളിലെ വിദ്യാബലവും തപോബലവുമുള്ള സർവരെയും വധിക്കണം. ഇതൊക്കെയാണ് ദേവന്മാരുടെ ശക്തി. ലോകം നിലകൊള്ളുന്നത് തപസ്സുകൊണ്ടാണ്. അതുകൊണ്ട് താപസന്മാരെ ആദ്യം നശിപ്പിക്കുക. ലോക നന്മ ലക്ഷ്യമാക്കി ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഭാവത്തോടുകൂടി തപസ് ചെയ്യുന്ന ആ ദ്രോഹികളെ മുഴുവൻ കൊല്ലണം ദൈത്യന്മാരെ ഉറപ്പിച്ചു. അങ്ങനെ അവർ സമുദ്രത്തിനുള്ളിൽ ഒരു ദുർഗം പണിതുയർത്തി അതിനുള്ളിൽ ആക്രമണത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി കാത്തിരിക്കുകയാണ്. വിശുദ്ധ ക്ഷേത്രങ്ങൾ, തീർത്ഥസ്നാന ഘട്ടങ്ങൾ, ആശ്രമങ്ങൾ, അവിടെയുള്ള ഋഷീശ്വരന്മാരെ, തപസ് ചെയ്യുന്ന താപസികളായിട്ടുള്ള ആളുകളെ വേട്ടയാടി ത്രിലോകനാശത്തിന് അവര് ആരംഭം കുറിച്ചു എന്നാണ്. ബ്രഹ്മചാരികളായ നിരവധി ആളുകളെ ചവനാശ്രമം, ഭരദ്വാജാശ്രമം ഇവിടെയൊക്കെ ചെന്ന് അവിടെ അവരെ മുഴുവൻ നിഗ്രഹിക്കുക. പകൽ മുഴുവൻ സമുദ്രത്തിൽ മറഞ്ഞിരിക്കുക. ക്രൂരരായ കാലകേയര് ബ്രാഹ്മണരെ ഇങ്ങനെ തുടർച്ചയായിട്ട് തപസ്സുകളെ കൊന്നൊടുക്കിക്കൊണ്ടേയിരുന്നു. രാത്രിയിലുള്ള ഇവരുടെ അപ്രതീക്ഷിതമായിട്ടുള്ള ആക്രമണം കാരണം അവർക്ക് എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാതെയായി. പാവം
തപസ്വികൾക്ക്. കാലത്ത് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആശ്രമങ്ങളിൽ അതിദാരുണമായിട്ടുള്ള ദൃശ്യം എന്താ? അവിടെ ശരീരഭാഗങ്ങൾ, മജ്ജയും കുടലും രക്തവും അസ്ഥികഷ്ണങ്ങളും. നാളുകൾ കഴിയുന്തോറും ആക്രമണശക്തി വർദ്ധിച്ചു വന്നു. ജനങ്ങൾ പരിഭ്രമിച്ചു. ജീവൻ രക്ഷിക്കാൻ അവർ ഓട്ടമായി തുടങ്ങി. ഇനി എന്താ വേണ്ടത്? ദേവന്മാര് ഇന്ദ്രനോട് ആലോചിച്ച് സാക്ഷാൽ ഭഗവാനെ, ആ നാരായണനെ, വൈകുണ്ഠമൂർത്തിയെ ശരണം പ്രാപിച്ചു. ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. വൃത്രാസുരന്റെ അനുയായികളായിട്ടുള്ള കാലകേയന്മാരാണ് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യണത്. ഇന്ദ്രൻ വൃത്രനെ വധിച്ചതിന് ശേഷം പകൽ മുഴുവൻ കടലിലൊളിച്ചും രാത്രിയിൽ ബ്രഹ്മഹത്യ ചെയ്തും ലോകം നശിപ്പിക്കുകയാണ് ഈ അസുരന്മാര്. സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന അവരെ നശിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? കടൽ വറ്റിക്കണം. അത് സാധിക്കുമോ? സമുദ്രം വറ്റിക്കാൻ ശ്രമിക്കണം. അതിന് ആർക്കേ സാധിക്കുള്ളൂ? അഗസ്ത്യ മഹർഷിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ബ്രഹ്മാവിൻ്റെ അനുമതിയോടുകൂടി ദേവന്മാര് വീണ്ടും അഗസ്ത്യന്റെ ആശ്രമത്തിലേക്ക് വന്നു ചേർന്നു. അഗസ്ത്യ മഹർഷി ആ ദേവന്മാരെ സ്വീകരിച്ചു. മിത്രാവരുണന്മാരുടെ പുത്രൻ മഹാകർമ്മ പരിവേഷിതനായ അഗസ്ത്യനെ ദേവന്മാര് ഗംഭീരായിട്ട് സ്തുതിച്ചു. അങ്ങ് നഹുഷനാൽ പീഡിപ്പിക്കപ്പെട്ട ലോകത്തിന് നന്മ ചെയ്ത ആളല്ലേ? അവിടെ അവനെ സ്വർഗൈശ്വര്യത്തിൽ നിന്നും പുറന്തള്ളി ദേവന്മാരെ കാത്തുരക്ഷിച്ച ആളല്ലേ? സൂര്യനു നേരെ ദേഷ്യം വന്ന് ഉയർന്നു പൊങ്ങിയ വിന്ധ്യാപർവ്വതത്തെ തൻ്റെ വാക്കുകൾ കൊണ്ട് തടഞ്ഞു നിർത്തിയ ആളല്ലേ? ലോകത്തെ അന്ധകാരത്തിൽ നിന്ന് രക്ഷിച്ച ആള്. അപ്പോ തപ്താത്മാക്കളായിരിക്കുന്ന, വല്ലാതെ ദുഃഖിക്കുന്ന ഞങ്ങൾക്ക് അങ്ങ് വരം നൽകി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ, ഏതായാലും അഗസ്ത്യസ്തവത്തിൽ ദേവന്മാര് അഗസ്ത്യൻ വിന്ധ്യാപർവ്വതത്തോട് ക്രോധിച്ചതിനെ കുറിച്ചറിഞ്ഞ് യുധിഷ്ഠിരൻ അടുത്ത ചോദ്യം ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ആ പർവ്വതത്തിൻ്റെ വികാസത്തെ അഗസ്ത്യൻ തടഞ്ഞത്? ആ കഥ കേട്ടാൽ കൊള്ളാം എന്ന് പറയുമ്പോഴാണ് പിന്നീട് ആ കഥ, അഗസ്ത്യമുനി പർവ്വത വികാസത്തെ തടയുന്നത്, അഗസ്ത്യൻ സമുദ്രം പാനം ചെയ്യുന്നതായിട്ടുള്ള രംഗങ്ങൾ ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കുക. തുടർന്ന് ഭഗീരഥൻ്റെ കഥ, ഋഷ്യശൃംഗൻ്റെ കഥ ഒക്കെ ഇതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. അതൊക്കെ നാളെ അനുസ്മരിക്കാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ ഭവദ്ഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി.